കുക്കിങ്ങിൻ്റെ ABCD അറിയാത്തവർക്കും കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ റെസിപ്പി. നമുക്കിന്നൊരു പുതിയാപ്പിള ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. പേര് കേട്ട് നെട്ടണ്ട, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുഴുവൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സൈഡെല്ലാം ഒന്ന് വരഞ്ഞു കൊടുക്കാം. മസാല എല്ലാം ഉള്ളിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി ചെന്നിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ വരഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ളവർ ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കാം. പിന്നെ സൈഡെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനെല്ലാം നമ്മൾ കുത്തി ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു മസാല തയ്യാറാക്കി എടുക്കാം. ഒരു തക്കാളീൻ്റെ പകുതിയും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും അതുപോലെ ഒരു മാഗി ക്യൂബ്. ഇനി നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു 5-6 വെളുത്തുള്ളി അല്ലിയും അതുപോലെ ഒരു വലിയ ഉള്ളീൻ്റെ പകുതിയും പിന്നെ കുറച്ച് നല്ല എരിവുള്ള കാന്താരി മുളകും മല്ലി പുതിന പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടി വെച്ചെടുക്കാം. മല്ലിയും പുതിനയിൽ കൊള്ളാത്തതുകൊണ്ട് ഞാനിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാലയും അതുപോലെ ഏതെങ്കിലും ഒരു അറബിക് മസാല. ഞാനിവിടെ മന്തി മസാലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിന് ഉപ്പും ചെറിയ ജീരകവും. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ഗ്ലാസ് ഓയിലും കൂടി വെച്ചെടുക്കുക. സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതുപോലെ അരച്ചെടുക്കുക. അധികം പേസ്റ്റൊന്നും ആവേണ്ട, ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കനില്ലേ വരഞ്ഞു വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അതിലേക്ക് ആ മസാല തേച്ച് പിടിപ്പിക്കുക. ഒരു 2-3 മിനിറ്റ് തന്നെ സമയം എടുത്തിട്ട് അതിൻ്റെ എല്ലാ വശത്തേക്കും ഉള്ളിലേക്കും സൈഡിലേക്കൊക്കെ ആ മസാല പരമാവധി എത്തിക്കാൻ ശ്രദ്ധിക്കുക. ആ മസാലേൻ്റെ ടേസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ആയാൽ മാത്രമേ ഈ ഒരു ചിക്കന് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. വേണ്ട ഉള്ളിലേക്കൊക്കെ നല്ല പോലെ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ശരിക്കും ഒരു ഓവർനൈറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്താണ്ടല്ലോ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഞാനിതൊരു 5-6 മണിക്കൂർ മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വെച്ചുള്ളൂ. അതാണ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ ബദാമും ഒന്ന് കുതിർത്തെടുക്കണം. ചിക്കനിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഒരു 6-7 മണിക്കൂറിന് ശേഷം നമ്മൾ ചിക്കൻ എടുത്ത് നേരെ അടുപ്പത്തേക്ക് വെക്കുകയാണ്. ഫ്ലെയിം ഓൺ ചെയ്ത് ആദ്യത്തെ 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ പെട്ടെന്ന് മസാലയൊക്കെ കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചിക്കനൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, ആ ഫ്ലെയിം ഓൺ ചെയ്യുന്ന സമയത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറച്ച് വെക്കാം. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ഒരു തിള വരുന്ന സമയത്താണ് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക, മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് പണിയാട്ടോ ചിക്കന്, അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പോൾ പാത്രമാണെങ്കിലും ചെറുതായി പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിലേക്ക് ആക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഈ പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള പാത്രത്തിലേക്കായിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നല്ല തിളച്ച് വരുന്നതുകൊണ്ട് തന്നെ ഈ സൈഡിലേക്കൊക്കെ ഈ ഒരു മസാല ആവുന്നുണ്ട് കേട്ടോ. പിന്നെ മറിച്ചിട്ട് കൊടുത്താൽ പിന്നെ ആ ഒരു മസാല താഴെ ഭാഗത്തുള്ള മസാല ഒക്കെ ചിക്കൻ്റെ മേലേക്കാക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതാ മറിച്ചും തിരിച്ചു വിട്ടിട്ട് നല്ല പോലെ തന്നെ എല്ലാ ഭാഗവും വേവുന്ന അതുപോലെ നല്ലൊരു മസാല പിടിക്കുന്ന തരത്തിലേക്ക് ആക്കി കൊടുക്കുക. മസാലയൊക്കെ ഇങ്ങനെ താഴെ ഉണ്ടാവുന്ന മസാലയൊക്കെ മേലേക്കും സൈഡിലേക്കൊക്കെ ആക്കി കൊടുക്കുക. നല്ലോണം വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ സ്പൂണൊക്കെ വെച്ചൊന്ന് കുത്തി നോക്കിയാൽ തന്നെ നമുക്ക് വെന്തോ ഇല്ലേന്ന് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ച കാഷ്യൂ പേസ്റ്റ് ഇല്ലേ അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. നല്ല കട്ടിയായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയം നമുക്ക് ഹൈ ഫ്ലെയിമിലാക്കി വെക്കാം. എന്നിട്ട് അടിഭാഗം നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല ഫ്ലെയിമും ആ മസാലൻ്റെ കട്ടിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അതുകൊണ്ട് തന്നെ നല്ല പോലെ ഇളക്കി കൊടുക്കുക. പിന്നെ തിരിച്ചിട്ട് കൊടുക്കുക. ആ ഒരു വെള്ള കളർ മാറിയിട്ട് ഒരു എന്താ പറയുക മസാല കളർ ആവുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ല പോലെ ചൂടാക്കി എടുക്കാം. മസാലയൊക്കെ മേലക്കാക്കി കൊടുക്കാം. അപ്പോൾ അതാ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ നമ്മളിതിൻ്റെ കൂടെ കുബൂസാണ് ട്രൈ ചെയ്തത്. ഇനി മന്തി റൈസൊക്കെ ആണെങ്കിലും അടിപൊളിയായിരിക്കും. അതുപോലെ എല്ലാത്തിൻ്റെ കൂടി ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.